ഹായ് ഗൈസ്, ഡെയിലി ജോബ് അലേർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ നിന്നും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കായി എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർക്കും വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 50ലധികം കമ്പനീസിലേക്ക് വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ്. കുറേ അധികം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ലാസ്റ്റ് വീഡിയോസിൽ കമൻറ്റായി രേഖപ്പെടുത്തിയ നിരവധി വേക്കൻസീസ് ആണ്. കൂടാതെ കമ്പനി ഡയറക്റ്റ് സർവീസ് ചാർജ് ഒന്നും തന്നെ ഇല്ലാത്ത വേക്കൻസീസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അന്വേഷിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻ മിസ്സാക്കാതിരിക്കാൻ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ നാട്ടിലും വിദേശത്തുമായിട്ടുള്ള നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ സീബ്രീസ് ലോജിസ്റ്റിക്സിലേക്ക് വന്നിരിക്കുന്ന വെയർഹൗസ് ജനറൽ വർക്കേഴ്സിൻ്റെ കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. യാതൊരുവിധ സർവീസ് ചാർജും ഉണ്ടായിരിക്കുന്നതല്ല. ഒരുപാട് പേർ കമ്പനിയിലൂടെ കമ്പനി ഡയറക്റ്റായിട്ടുള്ള വെയർഹൗസ് ജോബ്സിൻ്റെ ഒക്കെ വേക്കൻസീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ഇൻ വെയർഹൗസ് ഓപ്പറേഷൻസ് ഓർ പാക്കിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്ലൈ ചെയ്യുന്നതിനായി നിങ്ങളുടെ CV വീഡിയോയിൽ നൽകിയിരിക്കുന്ന മെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിൽ കമ്പനി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഹാംപ്ടൺ ഹൈറ്റ്സ് ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് വന്നിരിക്കുന്ന ടീച്ചിങ് നോൺ ടീച്ചിങ് പൊസിഷൻസിലേക്ക് വന്നിരിക്കുന്ന കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. യാതൊരുവിധ സർവീസ് ചാർജും ഉണ്ടായിരിക്കുന്നതല്ല. ഫ്രീ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 2 കാറ്റഗറികളായി ടീച്ചിങ് പൊസിഷൻസിൻ്റെ വേക്കൻസീസും 4 കാറ്റഗറികളായി സബ്ജക്ട് ടീച്ചേഴ്സിൻ്റെ വേക്കൻസീസുമാണ് വന്നിട്ടുള്ളത്. കൂടാതെ റിസപ്ഷനിസ്റ്റ്, ലൈബ്രറിയൻ, നഴ്സ്, കോറിഡോർ സൂപ്പർവൈസർ, IT അസസ്മെൻറ്റ്, ഡാറ്റ അനലിസ്റ്റ് ഓർ എഡ്യൂക്കേഷണൽ IT സപ്പോർട്ട് ആൻഡ് ട്രെയിനിങ്, IT ഹോൾ സ്കൂൾ ടെക്നിക്കൽ സപ്പോർട്ട് എന്നിങ്ങനെ കാറ്റഗറികളായി വന്നിരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ പൊസിഷൻസിൻ്റെയും റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്ലൈ ചെയ്യുന്നതിനായി നിങ്ങളുടെ CV വീഡിയോയിൽ നൽകിയിരിക്കുന്ന മെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിൽ കമ്പനി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന IT മാനേജർ, സോഷ്യൽ മീഡിയ മാർക്കറ്റർ, സോഷ്യൽ മീഡിയ ഡിസൈനർ എന്നിങ്ങനെ 3 കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ഒരുപാട് പേർ IT മേഖലയിലൊക്കെ ജോബ് വേക്കൻസീസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ മേഖലയിലൊക്കെ ജോബ് നോക്കുന്ന ആൾക്കാർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അട്രാക്റ്റീവ് സാലറിയും ബാക്കി എല്ലാ ബെനിഫിറ്റ്സും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ജൂലൈ 31, ആഗസ്റ്റ് 1 തീയതികളിലായി കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. CV സെൻഡ് ആയിട്ടുള്ള മെയിൽ ID വീഡിയോയിൽ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് UAE സെമി ഗവൺമെൻറ് ഫുഡ് ആൻഡ് ബിവറേജസ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന സെയിൽസ് അസിസ്റ്റൻറ്റ് ഓർ ഹെൽപ്പർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്കുള്ള വേക്കൻസീസ് ആണ്. 1200 AD ആണ് സാലറി വരുന്നത്. കൂടാതെ ഓവർ ടൈമും കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മിനിമം ഹൈസ്കൂൾ ക്വാളിഫിക്കേഷനും ഇംഗ്ലീഷ് നോളജും ഉള്ള ആൾക്കാർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. വേറെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 22 മുതൽ 30 വയസ്സിലാണ്. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ആഗസ്റ്റ് 8 തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഷോർട്ട് ലിസ്റ്റിംഗ് ഇൻ പ്രോഗ്രസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് കുവൈത്തിലെ ലീഡിംഗ് IT കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന PHP ലാവറൽ പ്രോഗ്രാമറിൻ്റെ വേക്കൻസീസ് ആണ്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് പ്രിഫർ ചെയ്യുന്നത്. കൂടാതെ 5 വേക്കൻസീസിലേക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ വീഡിയോയിൽ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 35 വയസ്സ് വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് കുവൈറ്റിലേക്ക് വന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ വീഡിയോയിൽ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. CV സെൻഡ് ആയിട്ടുള്ള മെയിൽ ID വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് കുവൈത്തിലെ ഗാർമെൻറ്റ്സ് കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന ഗ്രാഫിക് ഡിസൈനർ, ഓപ്പറേറ്റർ പ്രിൻ്റർ മെഷീൻ എന്നിങ്ങനെ 2 കാറ്റഗറികളായി വന്നിരിക്കുന്ന ടോട്ടൽ 6 വേക്കൻസീസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ആണ്. മിനിമം 5 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഏജ് ലിമിറ്റ് 40 വയസ്സിൽ താഴെയുമായിരിക്കണം. ബാക്കി എല്ലാ വിവരങ്ങളും വീഡിയോയിൽ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ഒമാനിലേക്ക് വന്നിരിക്കുന്ന കിച്ചൺ ഹെൽപ്പർ, ഫ്രണ്ട് ഡിസ്പ്ലേ ബോയ്, ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ എന്നിങ്ങനെ 3 കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ഇതിൽ ഫ്രണ്ട് ഡിസ്പ്ലേ ബോയ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമില്ലാന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് UAEയിലെയും ഒമാനിലെയും ലീഡിംഗ് റെസ്റ്റോറൻറ്റ് ചെയിനിലേക്ക് വന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഷെഫ്, സോസ് ഷെഫ്, സൗത്ത് ഇന്ത്യൻ കുക്ക്, അപ്പം മേക്കർ, കൊമ്മി 1, 2, 3, റെസ്റ്റോറൻറ്റ് മാനേജർ, ക്യാപ്റ്റൻ, വെയിറ്റർ ഓർ വെയിട്രസ്, GRE ഫീമെയിൽ, ബുച്ചറി സോസ് ഷെഫ്, ജ്യൂസ് ഓർ മൊജിറ്റോ ഓർ കോക്ടെയിൽ ഓർ മോക്ടെയിൽ മേക്കർ, സലാഡ് മേക്കർ എന്നിങ്ങനെ നിരവധി കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. അട്രാക്റ്റീവ് സാലറി, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ്, യൂണിഫോം, ലോണ്ടറി എന്നിങ്ങനെ എല്ലാ ബെനിഫിറ്റ്സും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ജൂലൈ 24 തീയതി കോട്ടയത്ത് വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലെ വുഡൻ ബേക്കറിയിലേക്ക് വന്നിരിക്കുന്ന കൗണ്ടർ സെയിൽസ്മാൻ്റെ 5 വേക്കൻസീസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ് ബാക്കി എല്ലാ ബെനിഫിറ്റ്സും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മെൻഷൻ ചെയ്തിട്ടുണ്ട്. 8 അവർ ആയിരിക്കും
ഡ്യൂട്ടി വരുന്നത്. ബാക്കി എല്ലാ വിവരങ്ങളും വീഡിയോയിൽ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന വെയിറ്റേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. റൂമും ഫുഡും ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പീരിയൻസും മസ്റ്റ് ആയിരിക്കണം. ഏജ് 21 മുതൽ 28 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ജൂലൈ ലാസ്റ്റ് വീക്കിന് മഞ്ചേരി വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല നേഴ്സസിൻ്റെ വേക്കൻസീസ് ആണ്. മെയിൽസിന് 3 ഇയേഴ്സും ഫീമെയിൽസിന് 1 ഇയറുമാണ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത്. CV സെൻ്റ് ആയിട്ടുള്ള മെയിൽ ID വീഡിയോയിൽ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലെ അറബിക് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുന്ന കുക്സിൻ്റെ വേക്കൻസീസ് ആണ്. അക്കോമഡേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് കുവൈത്തിലെ ലീഡിംഗ് മണി എക്സ്ചേഞ്ച് കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന ടെല്ലേഴ്സ് ഓർ കേഷ്യഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. 40,000 രൂപ ബേസിക് സാലറിയും കൂടാതെ 13,500 രൂപ അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലാർജ് നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ആഗസ്റ്റ് 3rd വീക്കിന് കേരളത്തിൽ വെച്ചിട്ടായിരിക്കും ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലെ ലീഡിംഗ് QSR റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുന്ന ടീം മെമ്പേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 21 മുതൽ 35 വയസ്സിലാണ്. കൂടാതെ ഫ്രീ അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡിഗ്രി ഇൻ ഹോസ്പിറ്റാലിറ്റി ഓർ ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. കൂടാതെ റിലേറ്റഡ് ഫീൽഡ് എക്സ്പീരിയൻസ് വേണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ജൂലൈ 24-ാം തീയതി കാലിക്കറ്റും കൊച്ചിയിലും വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന സൗദി ലൈസൻസ് ഉള്ള സെയിൽസ് കം ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസീസും ഇന്ത്യൻ ലൈസൻസ് ഉള്ള സെയിൽസ് കം ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസീസുമാണ്. അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മെൻഷൻ ചെയ്തിട്ടുണ്ട്. CV സെലക്ഷൻ ഫോളോഡ് ബൈ സൂം ഇൻ്റർവ്യൂ വരുന്നത് ജൂലൈ 25-ാം തീയതി ആയിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന ഹൗസ് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. വാലിഡ് അല്ലെങ്കിൽ എക്സ്പയർഡ് ആയിട്ടുള്ള സൗദി ലൈസൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സാലറി വരുന്നത് 2000 റിയാലാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലെ അൽബേക്കിലേക്ക് വന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റ് മാനേജർ RHC, അസിസ്റ്റൻറ്റ് റെസ്റ്റോറൻറ്റ് മാനേജർ RC എന്നിങ്ങനെ 2 കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ഫ്രീ അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 21 മുതൽ 35 വയസ്സ് വരെയാണ്. 1 to 6 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 23-ാം തീയതിയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലെ ലീഡിംഗ് മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന ഹെവി ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. സൗദി ഹെവി ലൈസൻസ് ഹോൾഡേഴ്സിനാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഏജ് ബിലോ 45 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ഖത്തറിലേക്ക് വന്നിരിക്കുന്ന വാലറ്റ് പാർക്കിംഗ് ലൈറ്റ് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. ഇന്ത്യൻ ലൈസൻസ് ഹോൾഡേഴ്സിനാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ജൂലൈ 27-ാം തീയതി കൊല്ലത്ത് വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. ബാക്കി ഡീറ്റെയിൽഡ് ലൊക്കേഷനൊക്കെ വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ദുബായിലെ നൂൺ ഫുഡ് കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന ബൈക്ക് റൈഡേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. ജൂലൈ 25-ന് കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന ലൈറ്റ് ഡ്രൈവേഴ്സ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ്, ലൈറ്റ് വെഹിക്കിൾ മെക്കാനിക് എന്നിങ്ങനെ 3 കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ഇതിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സിൻ്റെ ഒക്കെ വേക്കൻസീസ് നിരവധി പേർ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ആഗസ്റ്റ് 3-4 തീയതികളിലായി കുറ്റിപ്പുറം, കാലിക്കറ്റ് എന്നിവിടങ്ങളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 22 മുതൽ 45 വയസ്സിലാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് UAE-യിലേക്ക് വന്നിരിക്കുന്ന പെട്രോൾ മെക്കാനിക്ക്, ഓട്ടോ AC ടെക്നീഷ്യൻ, ഓട്ടോ ഇലക്ട്രീഷ്യൻ എന്നിങ്ങനെ 3 കാറ്റഗറികളിലായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് UAE-യിലേക്ക് വന്നിരിക്കുന്ന ദോശ മേക്കേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. മിനിമം 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് കുവൈത്തിലേക്ക് വന്നിരിക്കുന്ന കുക്കിൻ്റെ 2 വേക്കൻസീസും അസിസ്റ്റൻറ്റ് കുക്കിൻ്റെ 3 വേക്കൻസീസൊക്കെയുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ഗൾഫ് എക്സ്പീരിയൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓവർ ടൈമും ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് കുവൈത്തിലേക്ക് വന്നിരിക്കുന്ന സലാഡ് മേക്കർ, സീനിയർ പേസ്ട്രി മേക്കർ, ഓപ്പറേഷൻ മാനേജർ, കിച്ചൺ സൂപ്പർവൈസർ എന്നിങ്ങനെ 4 കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷനും ഡ്യൂട്ടി മീലെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. CV സെൻ്റ് ആയിട്ടുള്ള മെയിൽ ID വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലെ ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വന്നിരിക്കുന്ന ഹെവി ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഇതിലേക്ക് വേണ്ടത്. അക്കോമഡേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 22 മുതൽ 35 വയസ്സിലാണ്. കൂടാതെ ബേസിക് ഇംഗ്ലീഷ് നോളജും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെയിൽ IDയും വാട്സാപ്പ് നമ്പറും വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന 3 to 4 ഇയർ എക്സ്പീരിയൻസ് ഉള്ള പേസ്ട്രി ഷെഫിൻ്റെ വേക്കൻസീസ് ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന 2 to 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഹെവി ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ഒമാനിലേക്ക് വന്നിരിക്കുന്ന ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. ഇനി GCC ലൈസൻസ് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടെലിഫോണിക് ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ഒരുപാട് പേർ ഈ ഒരു വേക്കൻസീസും കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അടുത്തത് ഖത്തറിലെ ക്യൂക്കൺ കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന നിരവധി കാറ്റഗറികളായിട്ടുള്ള വേക്കൻസീസ് ആണ്. ഇതിലുള്ള ഒരുപാട് വേക്കൻസീസ് നിരവധി പേർ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. ആഗസ്റ്റ് 7 കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റിംഗ് ഇൻ പ്രോഗ്രസ് ആണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ എല്ലാ കാൻഡിഡേറ്റ്സിനും 3 to 5 ഇയർ GCC എക്സ്പീരിയൻസും നിർബന്ധമാണ്. ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ബഹ്റിനിലേക്ക് വന്നിരിക്കുന്ന ജനറേറ്റർ ടെക്നീഷ്യൻസ്, പൈപ്പ് ഫിറ്റേഴ്സ് എന്നിങ്ങനെ 2 കാറ്റഗറികളിൽ വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് നാഫ്കോ ദുബായ് ആൻഡ് സൗദിയിലേക്ക് വന്നിരിക്കുന്ന സേഫ്റ്റി ഇൻസ്പെക്ടേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. ഫ്രീ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷനെല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ഖത്തറിലെ ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊജക്റ്റിലേക്ക് വന്നിരിക്കുന്ന നിരവധി കാറ്റഗറികളായിട്ടുള്ള വേക്കൻസീസ് ആണ്. വേക്കൻസി ഡീറ്റെയിൽസ് വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. ഫ്രീ ഫുഡ്, അക്കോമഡേഷൻ, മെഡിക്കൽ എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന എഞ്ചിനീയേഴ്സിൻ്റെ നിരവധി കാറ്റഗറികളായിട്ടുള്ള വേക്കൻസീസ് ആണ്. വേക്കൻസി ഡീറ്റെയിൽസ് വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ദുബായിലെ ശോഭ കൺസ്ട്രക്ഷനിലേക്ക് വന്നിരിക്കുന്ന നിരവധി കാറ്റഗറികളായിട്ടുള്ള വേക്കൻസീസ് ആണ്. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ജൂലൈ 27 നടക്കുന്നത്. ഫ്രീ ഫുഡ്, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ മിനിമം 2 to 5 ഇയേഴ്സ് ഗൾഫ് എക്സ്പീരിയൻസ് കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് കുവൈത്തിലെ സ്ട്രക്ചറൽ സ്റ്റീൽ ഫാബ്രിക്കേഷൻ ആൻഡ് എറക്ഷൻ പ്രൊജക്റ്റിലേക്ക് വന്നിരിക്കുന്ന നിരവധി കാറ്റഗറികളായിട്ടുള്ള വേക്കൻസീസ് ആണ്. വേക്കൻസി ഡീറ്റെയിൽസ് വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. ബാക്കി എല്ലാ വിവരങ്ങൾക്കും കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് UAE മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന നിരവധി കാറ്റഗറികളായിട്ടുള്ള വേക്കൻസീസ് ആണ്. ഇൻ്റർവ്യൂ അടുത്ത് തന്നെ ഉണ്ടായിരിക്കുന്ന മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. CV സെൻഡ് ആയിട്ടുള്ള മെയിൽ IDയും കോൺടാക്ട് നമ്പറും വെബ്സൈറ്റൊക്കെ വീഡിയോയിൽ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് കുവൈത്തിലേക്ക് വന്നിരിക്കുന്ന മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ എഞ്ചിനീയേഴ്സ്, HSE എഞ്ചിനീയേഴ്സ് എന്നിങ്ങനെ 2 കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ഒമാനിലേക്ക് വന്നിരിക്കുന്ന പ്രൊജക്ട് മാനേജേഴ്സ്, കാർപ്പൻട്രി ഡിവിഷൻ മാനേജേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ് എന്നിങ്ങനെ 3 കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. അട്രാക്റ്റീവ് സാലറി പ്ലസ് അതർ ബെനിഫിറ്റ്സ് എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഷോർട്ട് ലിസ്റ്റിംഗ് ഇൻ പ്രോഗ്രസ് ആണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് UAEയിലേക്ക് വന്നിരിക്കുന്ന നിരവധി കാറ്റഗറികളിലായിട്ടുള്ള വേക്കൻസീസ് ആണ്. ഇതിൽ ഹെൽപ്പേഴ്സ്, മേസൻ്റെ ഒക്കെ വേക്കൻസീസ് നിരവധി പേർ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൺസ്ട്രക്ഷൻ എക്സ്പീരിയൻസ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന സിവിൽ ഫോർമാൻ്റെ വേക്കൻസീസ് ആണ്. എഞ്ചിനീയർ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. CV സെൻഡ് ആയിട്ടുള്ള മെയിൽ IDയും കോൺടാക്ട് നമ്പറും വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് UAEയിലേക്ക് വന്നിരിക്കുന്ന ജിപ്സം കാർപ്പൻറ്റേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ബഹ്റിനിലേക്ക് വന്നിരിക്കുന്ന ബിൽഡിംഗ് ഇലക്ട്രീഷ്യൻ, ഫിനിഷിംഗ് കാർപ്പൻറ്റേഴ്സ്, സ്പ്രേ പെയിൻറ്റേഴ്സ്, റെസ്റ്റോറൻറ്റ് വെയിറ്റർ എന്നിങ്ങനെ 4 കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ഓൺലൈൻ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ബഹ്റിനിലെയും സൗദിയിലെയും NSHലേക്ക് വന്നിരിക്കുന്ന നിരവധി കാറ്റഗറികളായിട്ടുള്ള വേക്കൻസീസ് ആണ്. 7 to 15 ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് വന്നിട്ടുള്ളത്. കൂടാതെ ഗൾഫ് എക്സ്പീരിയൻസും മസ്റ്റാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക.